ഒരു മരണ വീട്ടിലെ നിലവിളിയില്ല കേട്ടത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റേ സാധനം ഇല്ലേ, സാധകം അത് ചെയ്ത് ദിവ്യമായി പഠിച്ചെടുത്ത കുറച്ച് സംഗീത വിദഗ്ധരെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ വീഡിയോ വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മ്യൂസിക് കേൾക്കാം. എന്തോന്നറപ്പ കാണിച്ചത്? ചേച്ചി കാര്യമായിട്ട് എന്തോ പൊട്ടിക്കുന്നുണ്ട്. പുഷ്പം എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ഈ സാധകം എന്ന് പറയുന്നത് കഴുത്തൊപ്പം വെള്ളത്തിൽ മുങ്ങിയിരുന്നിട്ട് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നതിനല്ലേ. വെള്ളത്തിന്റെ അടിയിൽ കഴുത്തൊപ്പം അല്ല, അവൻ മൊത്തത്തിൽ മുങ്ങിയിരുന്നിട്ട് മുക്കിപ്പാടി പഠിച്ചൊരു പാട്ടാണ്. ഈ പാട്ട് തീരുമ്പോ ഈ പാട്ട് പാടിയവൻ ജീവനോടെ ഉണ്ടാകുന്നതോ അമ്മാതിരി മുക്കല്ലേ മുക്കണത്. എന്തായാലും ട്രൂപ്പിൽ ബക്കറ്റ് മെയിൻ ആണെന്നുള്ള കാര്യം ഇവന്റെ മുക്കലാണെന്ന് പറയും. ഒരു 5-6 സ്റ്റാജി പാടുമ്പോ എന്തായാലും തൂറിച്ചാവും. അമ്മാതിരി മുക്കണം. ഒരു സമയത്ത് ഇത് കേരളത്തിൽ ട്രെൻഡിങ് ആയിരുന്നു. അന്ന് കേരളത്തിലുള്ള എല്ലാ എണ്ണം ഒരുമിച്ചിരുന്ന് മുക്കിയതാണ് ഇതുപോലെ. ഇത് പോട്ടെ കേട്ടോ, നമുക്ക് കുറച്ച് റാപ്പ് മ്യൂസിക് കേൾക്കാം. ഇതല്ല ഇതിലല്ല അതില്. എന്തോ റാപ്പടാ ഇത്? റാപ്പല്ല, ഇത് റാപ്പാണ്. അയാൾ അവിടെ മൊത്തം കാർക്കിച്ച് തുപ്പിന്ന്. ഇതെന്താടാ ഇത്? ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ആളുണ്ടാടാ. നാളത്തോട്ട് ഞാനൊരു ഗിറ്റാറും കൊണ്ട് ഇറങ്ങാൻ പോകണം. തോന്നണേ മണ്ടേന്നൊക്കെ കാർ ഇറക്കാൻ തന്നെ ഒരു കോളാമ്പി ആരെങ്കിലും കൊണ്ട് കുറയാക്ക്. നെക്സ്റ്റ് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ എന്തോ ഒരു പാട്ട് പാടുന്ന കേട്ട്. ക്ലിയർ ആയില്ല, നമുക്കൊന്ന് കേട്ടു. രാവിലെ എഴുന്നേറ്റ് മയിലെന്ന് വിളിക്കല്ലേ ചേട്ടാ, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മയിലെന്ന് വിളിക്കല്ലേ ചേട്ടാ, ഈരിടാണ് ചേട്ടാ നല്ല വയറുവേ. ഞാൻ കേട്ടെന്നടാ നിങ്ങൾ കേട്ടത്? കേട്ടതിന്റെ കുഴപ്പമാണോ അതാ? ഇങ്ങനെ തന്നെ ഇത് അതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാള് എന്ത് ഗൗരവത്തോടെയും ശ്രദ്ധയോടെയുമാണ് പാടുന്നത്. ഞാൻ കേട്ടത് തന്നെ അത്. നോക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് മയിലെന്ന് വിളിക്കല്ലേ ചേട്ടാ, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മയിലെന്ന് വിളിക്കല്ലേ ചേട്ടാ, ഉള്ളതെന്താ? ഈരിടാണ് ചേട്ടാ നല്ല വയറുവേദന, ബ്ലീഡിങ്ങാണ് ചേട്ടാ നല്ല തലകറക്കവും, ഈരിടാണ് ചേട്ടാ നല്ല വയറുവേദന, ബ്ലീഡിങ്ങാണ് ചേട്ടാ നല്ല തലകറക്കവും, രാവിലെ എഴുന്നേറ്റ് മയിലെന്ന് വിളിക്കല്ലേ ചേട്ടാ, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മയിലെന്ന് വിളിക്കല്ലേ ചേട്ടാ, രാവിലെ എഴുന്നേറ്റ് കാപ്പിയുണ്ടാക്കടി മയിലേ, എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായിടി മയിലേ, രാവിലെ എഴുന്നേറ്റ് കാപ്പിയുണ്ടാക്കടി മയിലേ, എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായിടി മയിലേ. എന്താ ഇത്? രാവിലെ എണീച്ച് കാപ്പിയുണ്ടാക്കടി മയിലേ. ഇത്ര ഗൗരവത്തോടെയാണ് ഇവര് പാടണത്. എന്നാൽ ഈ മൈക്കിന്റെ മുമ്പ് ഒന്ന് ഇങ്ങനെ പാടാൻ കാണിച്ച ധൈര്യം തന്നെയാണ്. ഇനി ഇതുവരെ നാട്ടിൽ ഇത് തെറിയല്ലേ എന്തോ. എന്നാലും എന്റെ മയിലേ ഇതൊന്നരത് പുള്ളിക്കാരന്റെ ടെമ്പോയും ലോറിയും ഷഡ്ജ ഇടാത്തോണ്ട് ഊരിപ്പോയതാണെന്ന് തോന്നുന്നു. അതാണ് ആ വിറയൽ. ആരും പേടിക്കണ്ട, ഷഡ്ജ ഇടുമ്പം ശരിയായിക്കോളും. ഇതൊന്നര അവള് പൊട്ടിച്ചത്. ഇവരെയൊക്കെ പരിപാടിക്ക് വിളിച്ചുകൊണ്ട് വരുന്ന സംഘാടകരെയാണ് ആദ്യം പിടിച്ച് ആറയാളോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ നാട്ടിലുള്ള പാട്ടുകാരെയൊക്കെ നമുക്ക് തലയെ കൊണ്ടു കിടക്കാൻ തോന്നുന്നത്. ഈ ഇടയ്ക്ക് ഒരു പയ്യന്റെ വീഡിയോ വൈറലായി. എന്ത് രസമായിട്ടാണ് അവൻ പാടുന്നത്. കാത്തിരുന്നവർ കാലംബമാകും കാൽവരിയിലെ കണ്ണീരുമായി കണ്ണിൽ മിന്നണ കുഞ്ഞു കുഞ്ഞു
ചിരിയിലണ്ട പകലിലൂടെ ചിരിയത് പകരുന്നു ഒന്നാകെ പുതുകണ്ണ പിതിലൊടിച്ച തരണ പുതുപട്ടയുടെ വരവിന്റെ രാവാണേ നേരാണേ പട്ടേ കൊമ്മെന്റെ ഗീതാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പട്ടേ കൊമ്മെന്റെ ഗീതാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലേ നമ്മളിങ്ങനെ പൊക്കി വിടാനുള്ളത്. ഇവർക്കൊക്കെ അല്ലേ സ്റ്റേജ് കൊടുക്കേണ്ടത്. ഇപ്പൊ ബൈ ബൈ, ഞാൻ പോകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.